സമ്മാന പെരുമഴ. സാമൂഹ്യ സേവന രംഗത്ത് നിലകൊള്ളുന്ന വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും VMTV ന്യൂസ് ചാനലും സംയുക്തമായി ചേർന്നുകൊണ്ട് നിർധനരായ രോഗികളെ സഹായിക്കുവാനും വീടില്ലാത്തവർക്ക് വീട് വെച്ചു കൊടുക്കുവാനും നിർധന വിദ്യാർത്ഥികളുടെ പുനരധിവാസത്തിനുമായി ആശ്രയം സമ്മാന പെരുമഴ എന്ന പേരിൽ ഒരു ലക്കി ഡ്രോ ഒരുക്കുന്നു. ₹50 നൽകി നിങ്ങൾ ഒരു കൂപ്പൺ സ്വന്തമാക്കുന്നതിലൂടെ ഈ ഒരു സദുദ്യമത്തിൽ പങ്കാളികളാകാനും ഒപ്പം നിരവധി സമ്മാനങ്ങൾ സ്വന്തമാക്കാനും സാധിക്കും. മീഡിയ അണിയിച്ചൊരുക്കുന്ന ഇഞ്ചോടിഞ്ചിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. പതിപോലെ 10 ചോദ്യങ്ങളായിട്ടുള്ള ഞങ്ങളുടെ യാത്ര അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ എപ്പിസോഡിലെ ടീം ഇവിടെ റെഡിയാണ്. പേരെന്താണ്? അഞ്ജന. ഓക്കെ. സ്വദേശം സ്ഥലം എവിടെയാണ്? പൂജപ്പുര. എന്താണ് ചെയ്യുന്നത് അഞ്ജന? ഞാനിപ്പോ വർക്ക് ചെയ്യുന്നില്ല, മുത്തൂറ്റില് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ശരി. ഇപ്പോൾ ജോലിയൊക്കെ വിട്ടിട്ട് ഇപ്പോൾ എത്രയായി? ഒരു 2-3 വർഷം. 2-3 വർഷമായി. എന്നാൽ അവിടെയുള്ള സുഹൃത്തുക്കളൊക്കെ ആയിട്ട് നല്ല കോൺടാക്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. മുത്തൂറ്റിൽ എത്ര വർഷം ഉണ്ടായിരുന്നു? 2 വർഷം ഉണ്ടായിരുന്നു. സുഖമായിരിക്കുന്നോ? പേരെന്താണ്? ബിന്ദു. സ്വന്തം സ്ഥലം പൂജപ്പുര തന്നെയാണോ? മാർത്താണ്ഡത്താണ്. ശരി. മാർത്താണ്ഡത്തുള്ള ആളെങ്ങനെ പൂജപ്പുരയുള്ളതായിട്ട് എങ്ങനെ കണക്ഷൻ എങ്ങനെ വരും? ഇവിടെ മുത്തൂറ്റില് ഒരുമിച്ചുണ്ടായവരാണ്. നിങ്ങളെ കൂടാതെ വേറെ ആരെങ്കിലും വരാനുണ്ടോ ഇനി? ഇല്ല. ഓക്കെ. ശരി. ഇപ്പൊ എന്തെങ്കിലും ജോലി ഒന്നും ചെയ്യുന്നുണ്ടോ? ഒന്നും ചെയ്യുന്നില്ല. പേരെന്താണ്? അല്ല, കണ്ണൊക്കെ എഴുതിയിട്ട് നല്ല രസമായിട്ടുണ്ടല്ലോ. കുഞ്ഞുവാ, പേരെന്താ? ആളുടെ പേരെന്താണ്? കുഴപ്പമില്ല. അങ്ങനെ അതായിരിക്കും കുറച്ച് ഫെമിലിയർ അല്ലേ? പട്ടു. ശരി. അത് പഠിക്കാനൊക്കെ അങ്ങനെ പോകണ്ടോ? ഇല്ല. 2 വയസ്സല്ലേ. ശരി. സുഖമായിരിക്കുന്നോ? സുഖമാണോ? ശരി. പേര് പറയൂ. സൗമ്യ. ഓക്കെ. നിങ്ങളുടെ സൗഹൃദത്തിന് എത്ര വർഷത്തെ ഒരു ഇതുണ്ട്? 4 വർഷത്തെ. ഓക്കെ. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ ഒരു 3 പേരിൽ ഒതുങ്ങിയിട്ട് ഒരു 4ാമത്തെ ഒരാൾ നമ്മുടെ സൗഹൃദത്തിലേക്ക് കൊണ്ടുവരില്ല എന്ന് പറയാൻ കാരണം എന്താണ്? അവിടെ ഒരുപാട് പേര് ഒരുമിച്ച് ജോലി ചെയ്തിട്ടുണ്ടാവില്ലേ? പിന്നെ എന്തായിരിക്കും നിങ്ങൾ മാത്രം ബാക്കി 2 പേരെ മാത്രം സെലക്ട് ചെയ്യാനുള്ള ഒരു കാരണം എന്തായിരുന്നു? അങ്ങനെ ആ ജോലി ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നല്ലൊരു ടീമായിരുന്നു അല്ലേ? പേരെന്തായിരുന്നു? സൗമ്യ. എവിടെ സ്ഥലം? എവിടെയാണ്? കഴക്കൂട്ടത്താണ്. ശരി. അപ്പോൾ രാവിലെ എത്ര മണിക്ക് വന്നു ഇവിടെ? ഫസ്റ്റ് വന്നതാരാണ്? ഇവർക്ക് പങ്ക്ച്വാലിറ്റി അല്പം കുറവാണോ? ജോലി സമയത്ത് അങ്ങനെ തന്നെയായിരുന്നു? ലോങ് ആയതുകൊണ്ടാണ്. ശരി. അപ്പോൾ ഇന്നത്തെ ദിവസം ഏത് രീതിയിലാണ് ആഘോഷം? ഈ ഒരു ദിവസം ഏതൊക്കെ രീതിയിലാണ് ഇവിടെ വന്ന് ഇങ്ങനെ കണ്ട്? ഇനി എവിടത്തേക്കാണ് യാത്ര? എവിടത്തേക്ക് ഒരു പ്ലാനിങ് അങ്ങനെ എന്തെങ്കിലും? ഇത് ആക്ഷൻ കണ്ടു. ഇതാണ് മുഖ്യം. ബിഗിലേ ഒന്നും കഴിച്ചില്ല രാവിലെ? ചെറുതായിട്ട് കഴിച്ചു. ഓക്കെ. കഴിക്കണം. പിന്നെ ഉച്ചയ്ക്ക് കഴിക്കും. ആളുടെ പേര് പറഞ്ഞില്ല. ചെപ്പു. വീട്ടിൽ വിളിക്കുന്നത് ഋതിക അല്ലേ? ശരി. അപ്പോൾ ഞങ്ങൾ വന്ന കാര്യം പറയാം. ഞങ്ങൾ വന്നിരിക്കുന്നത് ഇഞ്ചോടിഞ്ചി എന്നാണ് പ്രോഗ്രാമിൻ്റെ പേര്. ഇതിലൊരു 10 ഫണ്ണി ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഈ ചോദ്യങ്ങൾ ഞാൻ ഓരോന്നായിട്ട് ചോദിക്കും. ആരാണോ അതിന് കറക്റ്റ് ആൻസർ, ഏറ്റവും കൂടുതൽ ഉത്തരം ആരാണോ പറയുന്നത് അവർക്ക് ഞാൻ സമ്മാനം തരാം. ഓക്കെ ആണല്ലോ? പാട്ട് പാടും അല്ലേ? കലാപരമായിട്ട് അങ്ങനെ ഒന്നും? പാട്ട് പാടുമല്ലോ. കേട്ടിട്ടുണ്ടോ? അല്ല, ഈ സമയത്തേക്ക് വെക്കാൻ പറ്റുമോ? അതുകൊണ്ടാണ് പാടില്ല. ശരി. അപ്പോൾ അങ്ങനെ തുടങ്ങുകയാണ്. 10 ചോദ്യത്തിലെ ആദ്യത്തെ ചോദ്യമാണ്. എനിക്ക് വേണ്ടത് ഫണ്ണി രീതിയിലുള്ള ഉത്തരമാണ് വേണ്ടത്. അപ്പോൾ ഈ GK PSC എഴുതിയിട്ടുണ്ടോ? എത്ര പ്രാവശ്യം എഴുതിയിട്ടുണ്ട്? 3-4 പ്രാവശ്യം എഴുതിയിട്ടുണ്ട്. PSC എഴുതിയിട്ടുണ്ട്? PSC എത്ര പ്രാവശ്യം എഴുതി? പിന്നീട് അത് ഒഴിവാക്കി? കിട്ടത്തില്ല. ഓക്കെ. ഈ ഒരു കാര്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഭയങ്കരമായിട്ട് പ്രയത്നിക്കുന്ന ഒരാളല്ല. അല്ല. താങ്കളും ഒരു കാര്യം നേടിയെടുക്കാൻ വേണ്ടി ഒരുപാട് പ്രയത്നിക്കാറില്ല? ശരി. ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം എനിക്ക് വേണ്ടത് അതിൻ്റെ ശരി ഉത്തരം വേണ്ടത് എനിക്ക് എപ്പോഴും ഒരു ഫണ്ണി രീതിയിലുള്ള ഉത്തരമാണ് വേണ്ടത് കേട്ടോ. ചോദ്യം കേട്ടോ. നമ്മുടെ തിരുവനന്തപുരം ജില്ല എന്ന് പറയുന്നത് വസ്ത്രസങ്കല്പത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം പുറത്തുള്ള സ്ഥലങ്ങളിലുള്ള ഒരുപാട് പെൺകുട്ടികളും ആൺകുട്ടികളും ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ ജോലിയുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. അവരുടെ കൾച്ചർ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. കൂടെയുള്ള സുഹൃത്തുക്കൾ അവരോടൊപ്പം യാത്ര ചെയ്യുന്നു. ചോദ്യം ഇതാണ്. മിക്കവാറും എല്ലാ വസ്ത്രങ്ങളിലും കാണുന്ന ഒരു അസുഖം ഏതാണ്? കുസൃതിയാണ്. ആ രീതിയിൽ മാത്രം എടുത്താൽ മതി. മിക്കവാറും എല്ലാ വസ്ത്രങ്ങളിലും കാണുന്ന ഒരു അസുഖം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തിരുവനന്തപുരം ജില്ല ഭീകരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു അസുഖമാണത്. വസ്ത്രത്തിലുണ്ടോ? വസ്ത്രത്തിൻ്റെ ഏത് ഭാഗത്താണ് ഡെങ്കി? ഒരു ഭീകര അങ്ങനെ മിക്കവാറും ആൺ പെൺ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങളിൽ പൊതുവായിട്ടുള്ള, അല്ലെങ്കിൽ എല്ലാ വസ്ത്രങ്ങളിലും പൊതുവായിട്ട് പറയുന്ന ഒരു അല്ല, ഇപ്പൊ തിരുവനന്തപുരത്ത് ഭയങ്കരമായിട്ട് വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അസുഖം. റൈറ്റ്. കോളറ. റൈറ്റ് ആൻസർ. ഒന്നുകൂടി പേര് പറഞ്ഞ്. അഞ്ജന. അഞ്ജനയാണ് ഫസ്റ്റത്തെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിരിക്കുന്നത്. കോളറ.
കോളറ ഇപ്പൊ തിരുവനന്തപുരത്ത് ഇപ്പൊ കോളർ 12 പേർക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം. ഞാൻ തീരെ ചെറുതാണെങ്കിലും ഏത് വലിയവനെയും എനിക്ക് കൊല്ലാൻ പറ്റും. ആരാണ്? ഞാൻ തീരെ ചെറുതാണ്. വൈറസ് എന്ന് പറയുന്നത്. ഓക്കെ, വൈറസ്. റൈറ്റ് ആൻസർ. ഓക്കെ, ഇതുവരെ വിശ്വസിച്ചില്ല അല്ലേ ആളുടെ ഇത്രയും ബുദ്ധി ഉണ്ട് എന്നുള്ള കാര്യം അറിയില്ലായിരുന്നു. ഓക്കെ, മൂന്നാമത്തെ ചോദ്യം. ഓക്കെ, പ്രാർത്ഥന, ദൈവവിശ്വാസം എത്രത്തോളം? ഒരുപാടുണ്ട്. ഇഷ്ടമുള്ള ഒരു ദൈവം അല്ലെങ്കിൽ എല്ലാ വേദനകളും പറയുന്ന ദൈവം ഏത് ദൈവത്തോടാണ് കൂടുതൽ വിഷമങ്ങളൊക്കെ പറയുന്നത്? നാഗരാജാവിനോട്. പ്രാർത്ഥന ഏത് ദൈവമാണ് കൂടുതൽ? സായിബാബ. വെരി ഗുഡ്. ശിവഭഗവാൻ. ശരി, ചോദ്യം കേട്ടോ. പേരിൽ ദൈവമുള്ള ജില്ല ഏതാണ്? പേരിൽ ദൈവമുള്ള ജില്ല ഏതാണ്ട് 14 ജില്ല നമ്മുടെ കേരളത്തിലുണ്ട്. പേരിൽ ദൈവമുള്ള ജില്ല ഏതാ എണ്ണുന്നേ? എവിടെ വരെ എത്തി? എണ്ണിക്കൊണ്ടിരിക്കുക കേട്ടോ. പേരിൽ ദൈവമുള്ള ജില്ല ഏതാണ്? കാസർഗോഡ്. റൈറ്റ് ആൻസർ. കാസർഗോഡാണ് പേര്. ഏതാണ്ട് വയറ് തുമ്പിലെത്തിയിട്ടുണ്ടായിരുന്നു. ആൾ അവിടുന്ന് ഇങ്ങോട്ട് തുടങ്ങി, ഇദ്ദേഹം ഇവിടുന്ന് അങ്ങനെയൊക്കെ തുടങ്ങി. ഓക്കെ, അടുത്ത ചോദ്യം. നമ്മുടെ കൂടെ എല്ലായിടത്തും എത്തും, പക്ഷെ ദേവാലയത്തിൽ വരില്ല. ചെരുപ്പ്. റൈറ്റ് ആൻസർ. ചെരുപ്പ്. അഞ്ചാമത്തെ ചോദ്യം. ഒരു മരത്തിന് വള്ളിയിട്ടാൽ ഒരു അസുഖമായിട്ട് മാറും. വള്ളി മനസ്സിലായില്ലേ? ഒരു വള്ളി. ഒരു മരത്തിന് വള്ളിയിട്ട് കഴിഞ്ഞാൽ ഒരു അസുഖമായിട്ട് മാറും. പനി. മരം. പന. റൈറ്റ് ആൻസർ. ശരി. ഓക്കെ, ആറാമത്തെ ചോദ്യമാണ്. നേരെ നോക്കിയാലും തലകുത്തി നിന്ന് നോക്കിയാലും വായിക്കാൻ പറ്റുന്ന സമയം. നമ്മൾ തലകുത്തി നോക്കിയാലും വായിക്കാൻ പറ്റുന്ന സമയം. 8 അല്ല 6 12 ഒരു 2 ഇതൊക്കെ നമ്മളിപ്പോൾ പറയാറില്ലേ 10, 15 എന്നൊക്കെ പറയുന്നത് പോലെ നമ്മൾ തലകുത്തി എങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നമുക്കിത് വായിക്കാൻ പറ്റും? നേരെ നിന്ന് നോക്കി വായിക്കുന്നതും തല കുത്തി നിന്ന് നോക്കി വായിച്ചാലും നമുക്ക് പെട്ടെന്ന് വായിക്കാൻ പറ്റും. അല്ല, പിന്നെ ശരി, ഞാൻ അതിൻ്റെ ഉത്തരം പറയാം. 11 അല്ല, PSC ആണ്, എന്നാലും കുസൃതിയാണ് ഇതിൽ. ഓക്കെ, അടുത്ത ചോദ്യം. ഓക്കെ, ചോദ്യം കേട്ടോ. പേരിൽ കൈയുണ്ടെങ്കിലും 2 കാലുമായാണ് ഇതിന് കൂടുതൽ ബന്ധം. പേരിൽ കൈയുണ്ടെങ്കിലും 2 കാലുമായി ആണ് ഇത് കൂടുതലായിട്ടും ബന്ധപ്പെടുന്നത്. പേരിൽ കൈയുണ്ട്. സിമ്പിളാണ്, വളരെ സിമ്പിൾ. പേരിൽ കൈയുണ്ടെങ്കിലും കൂടുതലും കാലുമായി ബന്ധപ്പെട്ടാണ് ഇതിൽ കൂടുതലായിട്ടും അല്ലെങ്കിൽ ഇതിനെ കാണുന്നത്. ഓക്കെ, കൈയായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. ഇത് എവിടെ നോക്കണം? കുറേ സമയമല്ലോ. അവിടുന്ന് ആരെങ്കിലും തന്നു പോയാലോ ഒന്നുമല്ലായിരുന്നു അല്ലേ? പേരിൽ കൈയുണ്ടെങ്കിലും കൂടുതലും ഉപയോഗം കാലുമായിട്ടാണ്. കൈ ഒളിഞ്ഞ് കിടക്കുന്നുണ്ട്. സിമ്പിളാണിത്, വളരെ സിമ്പിളാണ്. ഒരു ക്ലൂ തരാം. പുരുഷന്മാർ അല്ല പുരുഷന്മാരുമായി പുരുഷന്മാർ കൂടുതലായിട്ടും ഉപയോഗിക്കുന്നൊരു സംഭവം. ഹാൻസ്, പാൻപരാഗ് അതൊന്നും അല്ല കേട്ടോ. നമുക്ക് ആ രീതിയിലൊക്കെ ഒന്നും പോണ്ട. ലഹരി പദാർത്ഥങ്ങളൊന്നുമല്ല. പേരിൽ കൈയുണ്ടെങ്കിലും കൂടുതലായിട്ട് ഇത് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ കൂടുതലായിട്ട് കാണപ്പെടുന്നത് കാലുമായി ബന്ധപ്പെട്ടാണ്. അറിയില്ല. ഓക്കെ, അതിൻ്റെ ശരി ഉത്തരം എന്ന് പറയുന്നത് നമ്മൾ പൊതുവെ പറയുന്നൊരു വാക്കാണ് കൈലി. മുണ്ട് കൈലി എന്ന് പറയും. ഓക്കെ, കൈലി. ഓക്കെ, അടുത്ത ചോദ്യം ഇതാണ്. ഒരു ചെക്ക് പോസ്റ്റിൽ, ഒരു ഇത്തിരി വലുതാണ് എന്നാലും പെട്ടെന്ന് പറയാൻ പറ്റുന്ന ചോദ്യം. ഒരു ചെക്ക് പോസ്റ്റിൽ വണ്ടി ചെക്കിങ്ങിലാണുള്ളത്. പോലീസ് ചോദിച്ചു വണ്ടിയിൽ എന്താണ് എന്ന് ചോദിച്ചു, എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചു. ഈ രണ്ടിനും കൂടെ ഒരു ഉത്തരം പറഞ്ഞു. എന്താണ് അത്? ഡ്രൈവർ പറഞ്ഞിരിക്കുന്ന ഉത്തരം എന്താണ്? അതായത് പോലീസ് ചെക്ക് പോസ്റ്റിൽ ഈ വണ്ടി ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് പോലീസ് ചോദിക്കുകയാണ് വണ്ടിയിൽ എന്താണ് എന്ന് ചോദിച്ചു. അതോടൊപ്പം തന്നെ ചോദിച്ചു എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് ചോദിച്ചു. ഈ 2 ചോദ്യങ്ങൾക്കും കൂടി ഡ്രൈവർ ഒരു ഉത്തരം പറഞ്ഞു. എന്താണ് ഉത്തരം? ഒരു സ്ഥലപ്പേരാണ്. സ്ഥലപ്പേരാണ്. ഒരു ക്ലൂ ഞാൻ തരാം. അവിടെ കൂടുതലും ക്രിസ്ത്യൻ മിഷനറി അങ്ങനെയുമായി ബന്ധപ്പെട്ടുള്ളൊരു സ്ഥലമാണത്. ഭയങ്കര വികസനം വന്നൊരു സ്ഥലമാണ്. ഒരുപാട് നല്ല നേതാക്കൾ ഉള്ളൊരു സ്ഥലമാണ്. അല്ല, എനിക്ക് വേണ്ടത് ആ പ്രൊഡക്റ്റ് എന്താണെന്നുള്ളത് പറയണം. അതുപോലെ തന്നെ
ഈ രണ്ടിനും കൂടി ഒരു ഉത്തരമാണ് വേണ്ടത്. അതായത് പോലീസ് ചോദിച്ചു വണ്ടിയിൽ എന്താണെന്ന് ചോദിച്ചു, എങ്ങോട്ടാണ് പോകുന്നതെന്നും ചോദിച്ചു. അപ്പോൾ രണ്ടാമത്തെ ഉത്തരം ഒരു സ്ഥലമായിരിക്കും, അതേ പേര് തന്നെയായിരിക്കും ആദ്യത്തെ ചോദ്യത്തിനും. അത്രയും ബുദ്ധി അങ്ങോട്ട് പോണില്ല. അതാണ് PSC എഴുതുന്നത് നിർത്തിയത് അല്ലേ? ശരി, അതിൻ്റെ ശരി ഉത്തരം എന്ന് പറയുന്നത് പാല. പാല പാല. ഓക്കെ, 9ാമത്തെ ചോദ്യം. റെഡി? ചോദ്യം കേട്ടോ. സ്വന്തം മരണം മുൻകൂട്ടി അറിയാൻ പറ്റുന്നത് ആർക്കാണ്? കുസൃതിയാണ് എനിക്ക് വേണ്ടത്, കുസൃതി ഉത്തരമാണ്. സ്വന്തം മരണം മുൻകൂട്ടി അറിയാൻ പറ്റുന്നത് ആരാണ്? മുൻകൂട്ടി അറിയാൻ പറ്റും അദ്ദേഹത്തിന്. അല്ല, കൊല്ലുന്നല്ലേ? സ്വന്തം മരണം മുൻകൂട്ടി അറിയുന്നതാണ്. അറിയാവോ സ്വന്തം മരണം? ഒരു ക്ലൂ ഞാൻ തരാം. കൊലപാതകം, ജയിൽ, ഇതൊക്കെ ബന്ധപ്പെട്ട് കിടക്കും. അല്ല അല്ല, ഏതാണ്ട് കരുത്തെത്തി. ജഡ്ജിയോ അല്ല, കൊലപ്പുള്ളി. റൈറ്റ് ആൻസർ. അതായത് സ്വന്തം മരണം മുൻകൂട്ടി അറിയാൻ പറ്റുന്നത് ഈ തൂക്കിലേറ്റാൻ വിധിക്കപ്പെട്ട ഒരാളുണ്ടാവല്ലോ, അദ്ദേഹമാണ്. 10ാമത്തെ ചോദ്യം. കുസൃതി ചോദ്യം കേട്ടോ. 2 അക്ഷരമുള്ള ഒരു വാക്ക്, ആദ്യ അക്ഷരം ഒരു സാധനമാണ്. ഓക്കെ, രണ്ടാമത്തേത് ഒരു ഹിന്ദി വാക്കാണ്. രണ്ടും ചേർന്നാൽ ഒരു മൃഗമാകും. അതായത് 2 അക്ഷരമുള്ള ഒരു വാക്ക്. ഓക്കെ, ആദ്യ അക്ഷരം ഒരു സാധനം, നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന ഒരു വളരെ ചെറിയൊരു പ്രൊഡക്റ്റ്. രണ്ടാമത്തത് ഹിന്ദി വാക്കാണ്. ഓക്കെ, രണ്ടും കൂടി ചേർന്ന് കഴിഞ്ഞാൽ ഒരു മൃഗമാകും. മലയാളം. പറയാം. 2 അക്ഷരമുള്ള ഒരു വാക്ക്. ഓക്കെ, ആദ്യത്തെ അക്ഷരം എന്ന് പറയുന്നത് നമ്മളെല്ലാവരും ഈ കാലഘട്ടത്തിൽ എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു പ്രൊഡക്റ്റ്. ഓക്കെ, രണ്ടാമത്തെ വരുന്ന അക്ഷരം എന്ന് പറയുന്ന ഒരു ഹിന്ദി വാക്കാണ്. ഹിന്ദി വാക്കാണ്. ഓക്കെ, ഹിന്ദി അക്ഷരം എന്ന് വേണമെങ്കിലും പറയാം. രണ്ടും കൂടി ചേർന്നാൽ മലയാളത്തിൽ ഒരു മൃഗമാകും. ഏതാണെന്നുള്ളതാണ് ചോദ്യം. പൂച്ചയല്ല. സൂലൊക്കെ പോയോ? പോയിട്ടില്ല, പോകാൻ പോകണം. ഊഹിച്ച് പറയാൻ പറ്റുമോ? സിമ്പിൾ. ആദ്യത്തെ സിംഹം. റൈറ്റ് ആൻസർ. സിമ്പിൾ ആണെന്ന് പറഞ്ഞപ്പോ സിംഹം എന്ന് കൂടി ചേർത്ത് കേട്ടോ. സിംഹം ഹിന്ദി വാക്കാണ്. സിം എന്ന് പറയുന്ന എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. രണ്ടും കൂടി ചേർന്ന് കഴിഞ്ഞാൽ മലയാളത്തിലുള്ള ഒരു. അപ്പൊ കൂടുതൽ ഉത്തരം പറഞ്ഞിരിക്കുന്നത് ഒന്നുകൂടി പേര് പറഞ്ഞേ. സൗമ്യ. അപ്പോൾ സൗമ്യയാണ് ഞങ്ങളുടെ ഇഞ്ചോടിഞ്ച് എന്ന് പറയുന്ന ഈ പ്രോഗ്രാമിലെ വിജയ്. ഒരു ചെറിയൊരു ക്ലാപ്പ് കൊടുത്ത് ഉഷാറായിട്ട്. അപ്പോൾ അടിപൊളിയാണ്. അപ്പോൾ സൗമ്യക്ക് ഞങ്ങളുടെ ഇഞ്ചോടിഞ്ച് നൽകുന്ന സ്നേഹം നിറഞ്ഞ സമ്മാനം. ഇപ്പം ഇവിടുന്ന് പൊട്ടിക്കല്ലേ? അല്ല, കുഴപ്പമില്ല. ഓക്കെ ആണോടാ? ഓക്കെ. അപ്പോൾ സൗമ്യക്കുള്ള ഞങ്ങളുടെ സ്നേഹം നിറഞ്ഞ സമ്മാനമാണ് വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റ് നൽകുന്ന സ്നേഹം നിറഞ്ഞ ഞങ്ങളുടെ ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഇഞ്ചോടിഞ്ച് എന്ന് പറയുന്ന പ്രോഗ്രാമിൻ്റെ സ്നേഹം നിറഞ്ഞ സമ്മാനം. അപ്പോൾ ഹാപ്പിയാണല്ലോ. ഇതിനു മുന്നേ ഈ ക്യാമറക്ക് മുമ്പിൽ നിന്നിട്ട് സമ്മാനം വാങ്ങിച്ചിട്ടുണ്ടോ സൗമ്യ? ഇത് മൂത്തൊന്നും അഹങ്കാരം കയറിയ പോലെ ഉണ്ടല്ലോ. ഇത്തിരി അഹങ്കാരം വന്നിട്ടില്ല സൗമ്യക്ക്? ഫസ്റ്റ് ടൈമാണ്. ഓക്കെ. അപ്പോൾ എന്തായാലും സന്തോഷം, പരിചയപ്പെടൽ ഒരുപാട് സന്തോഷം. നിങ്ങളുടെ ഈ സൗഹൃദങ്ങളൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോട്ടെ കേട്ടോ. അപ്പോൾ എന്തായാലും ഇഞ്ചോടിഞ്ചിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ സമയം അവസാനിക്കുന്നു. പുതിയ ചോദ്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. തൽക്കാലം ഇവിടെ പറയുന്നത് ബൈ ഫ്രം സുമിത് രാഘവ്. ടേക്ക് കെയർ. ബൈ. താങ്ക് യു കേട്ടോ.